ന്യൂയോർക്കിലെ മലയാളി അസോസിയേഷനുകളുടെ അമരക്കാരനുമായ ബിജു കൊട്ടാരക്കരയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നെ സംബന്ധിച്ച് കേരള സമാജം, നൈമ എന്നീ അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. സോ ഇത്രയും പഴക്കമുള്ള ഒരു അസോസിയേഷനിൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഒരു 5 പേരുണ്ടെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തും. മലയാളി അവിടെ ആയിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ കേരളത്തെ നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും കേരളത്തോടൊപ്പം ഉണ്ട്. പക്ഷെ കാനഡയിൽ അത്ര ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് ഇപ്പം വേറൊരു തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നത്. കാനഡയിലൊക്കെ പോയി ആളുകൾ പെട്ടുപോവാണ് എന്നല്ല, അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചാലും തന്നെ അത് നെഗറ്റിവിറ്റി ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. ഇപ്പോൾ 100 പേര് പോയി കഴിഞ്ഞാൽ 100 പേര് അവിടെ പോയിട്ട് വലിയ ലെവലിലെത്തുമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. പക്ഷേ അതിനകത്ത് 1-2 പേർ ചിലപ്പോൾ ഫെയിലായി പോയിരിക്കാം. ഇപ്പം ബൈഡൻ യുഗം അവസാനിക്കണമെന്നും ട്രംപ് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ ബൈഡൻ ഒരു കഴിവില്ലാത്ത ഭരണാധികാരിയായി തോന്നിയിട്ടുണ്ടോ? ബൈഡൻ ഒരു കരിയർ പൊളിറ്റീഷ്യനാണ്. അതാണ് അവിടുത്തെ വളരെ വ്യത്യാസം. ട്രംപും ബൈഡനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു പൊളിറ്റീഷ്യനല്ലായിരുന്നു. അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഫൊക്കാനയുടെ ട്രഷററും ന്യൂയോർക്കിലെ മലയാളി അസോസിയേഷനുകളുടെ അമരക്കാരനുമായ ബിജു കൊട്ടാരക്കരയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ മലയാളി കൂട്ടായ്മ ഏറ്റവും ശക്തവും ദൃഢവുമായിരിക്കുന്നത് കേരളത്തിന് വെളിയിലാണ്. പ്രത്യേകിച്ചിട്ടും അമേരിക്കയ്ക്ക് ആകുമ്പോഴേക്ക് അമേരിക്കയിൽ എല്ലാ മലയാളികളും തമ്മിൽ നല്ല ബന്ധവും അത് വലിയൊരു ശക്തമായ കൂട്ടായ്മയൊക്കെയാണ്. എങ്ങനെയാണ് മലയാളി അസോസിയേഷനുകൾ യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ഈ ഒരു ചാനലിലേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ ഞാൻ എൻ്റെ സന്തോഷം, നന്ദി അറിയിക്കുന്നു. അമേരിക്കയിലെ അസോസിയേഷനുകളെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും മലയാളികളുടെ അസോസിയേഷനുണ്ട്. സ്പെഷ്യലി നമ്മൾ ഓരോ സ്റ്റേറ്റിലും പല അസോസിയേഷനിലാണുള്ളത്. മലയാളികളുടെ പല സംഘടനകൾ ഒന്നിൽ നിന്ന് തുടങ്ങി അത് വർഷം കഴിയും തോറും പല സംഘടനകൾ രൂപം കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എത്ര സംഘടനകളുണ്ടാവും? ഡിപ്പെൻസ് അപ്പോൺ. അതിപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിലും മലയാളികളുടെ ആ ഒരു സാന്ദ്രത എന്തുമാത്രമുണ്ടോ അതനുസരിച്ചിരിക്കും പുതിയ അസോസിയേഷനുകൾ വരുന്നത്. എക്സാമ്പിൾ, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നല്ല രീതിയിലുള്ള എത്ര ഉണ്ടെന്ന് കറക്റ്റ്ലി പറയാൻ അറിയില്ല എങ്കിൽ തന്നെയും നമ്പർ ഓഫ് അസോസിയേഷൻസ് ഇന്ന് ന്യൂയോർക്കിൽ തന്നെ ഉണ്ട്. പല അസോസിയേഷനുകളും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളുള്ളതാണ്. എങ്കിലും പല അസോസിയേഷനുകളും അവർ രജിസ്റ്റർ ചെയ്ത് മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ തന്നെയും വലിയ പ്രവർത്തനങ്ങളൊന്നും കാണില്ല. എന്നാൽ തന്നെയും അവരും ക്ലെയിം ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു അസോസിയേഷൻ ഉണ്ട് എന്ന രീതിയിലാണ്. അന്നേരം അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് പ്രവർത്തനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർ നോക്കുന്നില്ല. അവരൊരു അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു, അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, പക്ഷേ അവർക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ല. എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല അസോസിയേഷനുകൾ അനവധി അമേരിക്കയുടെ പല ഭാഗങ്ങളിലുണ്ട്. അതുകൂടാതെ കാനഡയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അതാണ് അവിടെ അസോസിയേഷനുകളുടെ ഒരു പ്രത്യേകത അവിടെ അമേരിക്കയിൽ. അപ്പോൾ താങ്കളുടെ ഈ അവിടുത്തെ മാതൃ സംഘടന ഉണ്ടല്ലോ, ഇപ്പോൾ ഫൊക്കാനയിലേക്ക് വരുന്ന ഒരു സംഘടനയുടെയാണല്ലോ, ആ സംഘടനയുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഞാനവിടെ 2 അസോസിയേഷനിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്തത്. ഒന്ന് കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. കഴിഞ്ഞ വർഷത്തിന് 9 വർഷമായിരുന്നു. അവിടെ 50 വർഷം അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴയ ആദ്യത്തെ മലയാളികളുടെ ഒരു സംഘടനയാണ് കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. അതുകൂടാതെ ഞാൻ വർക്ക് ചെയ്ത വേറെ അസോസിയേഷനാണ് നൈമ, ന്യൂയോർക്ക് മലയാളി അസോസിയേഷൻ. അതിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ ഭാരവാഹിയായിരുന്നു ഞാൻ. അവർ എല്ലാ രീതിയിലുള്ള എല്ലാ വർഷവും പല പ്രവർത്തനങ്ങൾ, ഓണം, ക്രിസ്മസ് ആഘോഷങ്ങൾ, ഫാമിലി നൈറ്റ്സ്, പിക്നിക്ക്, അങ്ങനെ പല പരിപാടികൾ ഈ 2 അസോസിയേഷനുകളിലും എല്ലാ രീതിയിലും വർഷത്തിൽ തന്നെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് അവരാൽ തന്നെ അവരുടെ പേര് എല്ലാവർക്കും അറിയാവുന്ന ഈ അസോസിയേഷനിൽ ഇത്രയും പ്രവർത്തനമുള്ളതുകൊണ്ട് സോ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ആക്റ്റീവായിട്ടുള്ള അസോസിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. എന്നാൽ പല അസോസിയേഷനും അവിടെ ഉണ്ട്, അവർക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, എങ്കിലും അവർ ക്ലെയിം ചെയ്യുന്നു അവരും അവിടുത്തെ ഒരു അസോസിയേഷൻ ആണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് കേരള സമാജം, നൈമ എന്നീ അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. സോ ഇത്രയും പഴക്കമുള്ള ഒരു അസോസിയേഷനിൽ
അതിന്റെ ഭാരവാഹിയായിരിക്കുക. കഴിഞ്ഞ 50 വർഷം ജൂബിലി ഞങ്ങൾ ആഘോഷിച്ചു. ആ ആഘോഷത്തിൻ്റെ സെലിബ്രേഷനിൽ ഭാരവാഹിയായിരിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. നല്ല രീതിയിലൊരു പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഗസ്റ്റുകളെ അവിടെ കൊണ്ടുവന്നു ആ പ്രോഗ്രാമിന്. അങ്ങനെ നല്ല രീതിയിലൊരു സെലിബ്രേഷൻ ആയിരുന്നു ആ ജൂബിലി സെലിബ്രേഷൻ അവിടെ ചെയ്തത്. ഈ നമുക്കറിയാം, ഈ മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഒരു 5 പേരുണ്ടെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തും. പക്ഷേ ഈ അമേരിക്കയിലുള്ള സംഘടനയാണ് എനിക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിലുള്ള എല്ലാ മലയാളി സംഘടനകളും കേരളത്തിലുള്ള ആളുകളുടെ ക്ഷേമം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് മലയാളി സംഘടനകളായിരുന്നു. ഒരുപാട് പിന്നെ ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക നൽകി, പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ഓക്സിജൻ ഇതൊക്കെ ഇഷ്ടംപോലെ കയറ്റി അയക്കുന്നൊക്കെ ഒരു വലിയ അനുഭവം ഉണ്ടായി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്? മലയാളികളെ സംബന്ധിച്ച് അവിടെയുള്ള മലയാളി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് കേരളം. ഇവിടുന്ന് ശരീരം മാത്രമേ പോകുന്നു, ശരീരം മാത്രമേ അവിടെ ഉള്ളൂ അമേരിക്കയിൽ, എങ്കിലും അവരുടെ മനസ്സ് എപ്പോഴും കേരളത്തിലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്കെപ്പോഴും കേരളത്തിൽ വരുന്നതിനോട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാട് അവിടെ വരിക, അല്ലെങ്കിൽ അവിടെയുള്ള 4 പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ തന്നെയും അവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ നീഡ് നമ്മൾ കാണുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും കേരളത്തിലാണ്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് കേരളത്തിലുള്ള ജനങ്ങളെ ചെറുതായിട്ടെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു. ഞങ്ങളൊരു 23-ൽ ഞങ്ങളൊരു ക്രിസ്ത്യൻ കൺസേർട്ട് നടത്തിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റി. അന്ന് ആ പ്രോഗ്രാം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഈ ഒരു പ്രോഗ്രാം മൂലം എന്തെങ്കിലും പൈസ ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യും എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇവിടെ കൊട്ടാരക്കര വെച്ച് സ്റ്റുഡൻസിന് 50,000 രൂപ വെച്ച് പല സ്റ്റുഡൻസിനും സ്കോളർഷിപ്പ് കൊടുക്കാനും, നിർധനരായ എന്നാൽ പഠിക്കുന്ന മിടുക്കരായ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല ഫാമിലികളെയും, നീടാറുള്ള ഫാമിലികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. അതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് മലയാളി അവിടെ ആയിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ കേരളത്തെ നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ല. നമ്മുടെ മനസ്സെപ്പോഴും കേരളത്തോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ അവിടെയുള്ള സംഘടനകളാണെങ്കിൽ തന്നെയും കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഫൊക്കാനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ടൈമിൽ ഞാനുണ്ടായിരുന്ന കോവിഡ് സമയത്ത് ഞാനുണ്ടായിരുന്ന അന്നേരവും ഫൊക്കാന അവിടെ നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അങ്ങനെയുള്ള മാസ്ക്, അങ്ങനെ പല സാധനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ സാധിച്ചു. അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന അനുഭവങ്ങളാണ്. അതിന് യാതൊരു സംശയവും. വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അങ്ങനെ കുറേയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും ഞങ്ങൾ ഫണ്ട് റൈസിങ് ചെയ്തായിരുന്നു. മുഖ്യമന്ത്രിയുടെ 18-19 ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ഫണ്ട് റൈസ്. അതുപോലെ തന്നെ ഭവനരഹിതമായ ഒരുപാട് ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടി ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഫണ്ടിങ്ങിലേക്ക് ക്രോഡീകരിക്കുന്നത്? എങ്ങനെയാണ് ഫണ്ടുകൾ കൂടുതലും അവിടെ നമ്മൾ ഫൊക്കാനയിലെ അസോസിയേഷനുകൾ, മലയാളി അസോസിയേഷൻ, നമ്മുടെ ഫൊക്കാനയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ അമേരിക്കയിലും കാനഡയിലുള്ള അസോസിയേഷനിലാണ്. ഇപ്പൊ ഫൊക്കാന എന്ന് പറയുന്നത്, ഇനി ഇപ്പം വന്ന സ്ഥിതിക്ക് ഫൊക്കാനെ കുറിച്ച് പറഞ്ഞേക്ക 2 വാക്ക്. ഫൊക്കാന എന്ന് പറയുന്നത് തന്നെ അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളികളുടെ കൾച്ചറൽ അസോസിയേഷന്റെ അംബ്രല്ല അസോസിയേഷനാണ് ഫൊക്കാന എന്ന് പറയുന്നത്. കൂട്ടായ്മയുടെ കൂട്ടായ്മ. എന്നാൽ അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള മലയാളി അസോസിയേഷനിലാണ്, കൾച്ചറൽ അസോസിയേഷൻസ്. അന്നേരം അവിടെ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും ഈ അസോസിയേഷൻസ് എല്ലാം ഫൊക്കാനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ വ്യക്തികളായാലും സംഘടനകളായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നീഡ് വരുമ്പോൾ നമ്മൾ ആവശ്യപ്പെടും, ഇങ്ങനെ ഒരു നീഡുണ്ട്, സോ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ ഫണ്ട് റൈസ് ചെയ്ത് കേരളത്തിലായാലും ഭവനരഹിതരായിട്ടുള്ളവർക്കും, ഇപ്പം തന്നെ ഫൊക്കാനയുടെ പേരിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പല വീടുകളും ഇപ്പം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലും അമ്പൂരിയിലൊക്കെ കൂടുതലും നിർമ്മിച്ചു കൊടുത്തത്. ഉടൻ തന്നെ അതിൻ്റെ പല വീടുകളുടെ ഇനിയിപ്പം താക്കോൽ ദാനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും. നമ്മൾ പിന്നെ കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും തോട്ടം തൊഴിലാളി മേഖലയിൽ ഇതുപോലൊരു സർക്കാരിന് കുറേ വീടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ മുമ്പിലത്തെ ടൈമിലായിരുന്നു ആ ഒരു പ്രവർത്തനം ചെയ്തത്. ഈ സാധാരണ നിലയിൽ കേരളത്തിന് പുറത്ത് പോയി അവിടെ ജനിച്ച് വളരുന്ന കുട്ടികളൊന്നും
പിന്നീട് മലയാളം സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറാറുണ്ട്. പിന്നെ ഒരു തലമുറയും കഴിയുമ്പോഴേക്കും അവർക്ക് മലയാളം പറയാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, അമേരിക്കയിലുള്ള മിക്കവാറും എല്ലാ പുതിയ തലമുറ കുട്ടികൾക്കും, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ജനിച്ച എല്ലാവർ, ചിലപ്പോൾ അതിനും രണ്ടാമത്തെ തലമുറയൊക്കെയാണ്, പക്ഷേ അവർക്ക് കൃത്യമായി മലയാളം പറയുന്നുണ്ട്. അവർക്ക് മലയാളം പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ഇതിന് എങ്ങനെയാണ് ഈ മലയാളം പഠിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത് അവിടെ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഞാൻ തന്നെ അതിൽ വീട്ടിൽ കുട്ടികളോട് മലയാളമാണ് സംസാരിക്കുന്നത്. അവർ തിരിച്ച് ചിലപ്പം പറയത്തില്ലായിരിക്കും, എങ്കിൽ തന്നെ അവരോട് നമ്മൾ മലയാളം സംസാരിക്കും. സോ അവർക്ക് മലയാളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മലയാള സ്കൂളുകളുണ്ട് പലയിടത്തും. കുട്ടികളെ നമ്മൾ അവിടെ വിട്ട് പഠിപ്പിക്കാൻ പറ്റും. അക്കാര്യത്തിൽ ഫൊക്കാന വളരെയധികം നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നമുക്ക് മലയാളം അക്കാഡമികളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് പല മലയാളം ക്ലാസ്സുകൾ നടത്താനും, അത് ഞങ്ങൾക്ക് പ്രത്യേകം ഒരു കമ്മിറ്റി തന്നെ ഉണ്ട്, മലയാളം സ്കൂളുകളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. പുള്ളി അതിന് വളരെയധികം അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ, സൂം ക്ലാസ്സുകൾ, അങ്ങനെ പല രീതിയിൽ ക്ലാസ്സുകൾ കൊടുത്ത് മലയാളികളുടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്ന ക്ലാസ്സുകൾ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ഭാഷയ്ക്ക് $1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫൊക്കാന വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ശരിക്കും അത് അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന മലയാള സംബന്ധമായ പ്രബന്ധങ്ങൾക്കാണ് കൊടുക്കുന്നത്. അത് ഭാഷയ്ക്കൊരു $1 എന്നുള്ള സംഭവമൊക്കെ മലയാളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് വർഷങ്ങളായിട്ട് ഫൊക്കാന ചെയ്യുന്ന ഒരു പ്രവർത്തനമാണത്. ഭാഷയ്ക്കൊരു $1. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്നത് $1 നിങ്ങൾ കൊടുക്കുക, നമ്മുടെ ഭാഷ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ വർഷവും നമ്മൾ എവരി 2 വർഷം കൂടിയിരിക്കുമ്പോഴാണ് കേരള കൺവെൻഷൻ നടക്കുന്നത് ഫൊക്കാനയുടെ ഭാഗത്ത് നിന്ന്. ആ കേരള കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഭാഷയ്ക്കൊരു $1 എന്ന പേരിൽ മലയാളത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച അവർക്ക് നമുക്ക് കേരളത്തിൽ തന്നെ, നമ്മളല്ല തീരുമാനിക്കുന്നത്, യൂണിവേഴ്സിറ്റിയാണ് അത്. യൂണിവേഴ്സിറ്റി തന്നെ അവർ സമിതിയൊക്കെ ഉണ്ടാക്കി അവർ തന്നെയാണ് അതിനകത്ത് കാൻഡിഡേറ്റിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ മലയാള അധ്യാപകരെ അതുപോലെ തന്നെ ആദരിക്കുന്നൊക്കെ ചടങ്ങ് ചെയ്യുന്നുണ്ടല്ലോ മലയാള അധ്യാപകരെ മലയാളം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മലയാളത്തെ ഇപ്പോൾ അമേരിക്ക തന്നെ അത് ഒരു വൈറ്റ് ഗായ് പുള്ളി ഇവിടെ നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് അവിടെ അധ്യാപകനായിട്ട് യൂണിവേഴ്സിറ്റിയിലും ശരിക്കും മലയാളം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ടെക്സാസിലെ മലയാളം ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് അവർക്ക്. അത് വേണമെന്നുണ്ട് മലയാളം എടുത്ത് പഠിക്കാൻ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അമേരിക്കയിൽ മലയാളം ഇനിയിപ്പം അവിടെ ടെക്സാസിലുള്ളതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും ഇനിയിപ്പോൾ അത് കൊണ്ടുവരാൻ അവർ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഇത് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, കേരളത്തിലെ യുവാക്കൾ മൊത്തം ഈ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചൊരു കാനഡ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം താങ്കളൊക്കെ പോകുന്ന സമയത്ത് അത്രയൊരു ഭൂമില്ല, വളരെ കുറച്ച് ആൾക്കാർ അമേരിക്കയിലേക്ക് പോയിക്കൊണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ കുട്ടികളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഠിച്ചതിന് ശേഷം ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകണം എന്നാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു വലിയ ഉയർച്ച തന്നെ ആയിരിക്കില്ല അത്തരം കുട്ടികളെ അത്തരത്തിലേക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം അത് എൻ്റെ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അമേരിക്കയിൽ നിന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അമേരിക്കയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊരു പിടിയില്ല. ഇപ്പോഴത്തെ ഈ മാറ്റത്തിൻ്റെ മെയിൻ റീസൺ ഞാൻ പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഗ്ലോബലൈസേഷൻ, ഒരു വലിയൊരു എക്സ്പ്ലോഷനാണത്. മനസ്സിലായി? ഇൻ്റർനെറ്റ് നമ്മുടെ ഏത് കുട്ടിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോൺ നോക്കിയാൽ മതി, അവനറിയാൻ പറ്റും എന്താണ് അടുത്ത് കഴിഞ്ഞ സെക്കൻഡിൽ അമേരിക്കയിൽ നടന്നില്ലെങ്കിൽ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു സിറ്റി നടന്നാൽ അവർക്ക് അറിയാൻ പറ്റും. നമുക്ക് എന്താണെന്നുള്ളത് അന്നത്തെ കാലത്ത് അമേരിക്ക എന്നൊരു പേരറിയാമെന്നില്ലാതെ എന്തോടെ സംഭവം നമ്മൾ അറിയത്തില്ലായിരുന്നു. അതിന് അവർക്കറിയാം അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, അവർക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എല്ലാം അവർക്കറിയാം. സോ അവർക്കറിയാം. അവരെ എപ്പോഴും കമ്പയർ ചെയ്യണം, ഓരോ രാജ്യങ്ങളെ അവർ കമ്പയർ ചെയ്യണം. ഓക്കെ, അമേരിക്കയാണോ ബെറ്റർ, കാനഡയാണോ ബെറ്റർ, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയാണോ ബെറ്റർ. സോ അവർ തിങ്ക് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന കേരളത്തിൽ എന്താ പ്രയോജനം? എനിക്ക് അമേരിക്കയിലോ കാനഡയിലോ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി കിട്ടും, ഇത്ര രൂപയുടെ ചിലവേ ഉള്ളൂ. വൈ ആം ഹിയർ. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഈ വരുന്ന തലമുറ കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ നടക്കില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നത്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിന് മന്ത്രി അതിനെതിരെ ഏജൻസികളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കണ്ടുപിടിക്കും. നേരത്തെ ഡൽഹി പോയിട്ടാണ് ആളുകൾ ഇപ്പൊ അത് കേരളത്തിൽ ചെയ്യുന്നു, കൊച്ചിയിൽ ചെയ്യുന്നു. അതെ, ഇപ്പൊ കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഡൽഹിയിൽ ബാംഗ്ലൂരിൽ കാണും. സോ പോകേണ്ടവർ എവിടെ പോയിട്ടാലും. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചെറിയ രീതിയിൽ ഒരു തടസ്സം ഉണ്ടാകും. എല്ലാവർക്കും ഇപ്പം ചിലപ്പോൾ അവിടെ വരെ പോകാൻ പറ്റില്ല. എങ്കിൽ തന്നെയും പോകേണ്ടവർ തീർച്ചയായിട്ടും കേരളം വിട്ട് പോകാൻ യാതൊരു സംശയമില്ല. അതിന് നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഓട്ടയടയ്ക്കുക എന്ന് പറയും. അത് യാതൊരു കാര്യമില്ല. അതിൻ്റെ നമ്മൾ ബേസിക് നീഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ
നല്ല രീതിയിൽ കൊണ്ടുവരാം. അവർക്ക് തന്നെ ഒരു ബോധം വേണം, ഞാനിവിടെ പഠിച്ച് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജീവിതം ഇവിടെ ഉണ്ടാകും, എനിക്ക് നല്ലൊരു ജോലി കിട്ടും. ആ ഒരു എക്സ്പെക്ടേഷൻ അവരില്ലാത്തത്തോളം കാലം അവർ പിന്നെ നേടുന്ന കാര്യം. അതുകൊണ്ടാണ് ഇവിടുന്ന് കൂടുതൽ യുവാക്കൾ കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇപ്പം കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവറി ഡേ എന്തുമാത്രം ജനങ്ങളാണ്, എന്തുമാത്രം കുട്ടികളാണ് കടന്നു വരുന്നത്. 7000 കുട്ടികളായിരുന്നു ഒരു ദിവസം കഴിഞ്ഞ കേരളത്തിൽ നിന്ന്. ശതമണിക്ക് 7000 പേരെ ഒരു ദിവസം കയറ്റി അയച്ചു. അതേപോലെ ഇപ്പൊ യു കെയിൽ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയക്ക് കുറച്ച് ബൂമുണ്ട് ഇപ്പം. പക്ഷെ കാനഡയിൽ അത്ര ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് ഇപ്പം വേറൊരു തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നത്. കാനഡയിലൊക്കെ പോയി ആളുകൾ പെട്ടുപോവാണ് എന്നുള്ള അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചാലും തന്നെ അതിന് നെഗറ്റിവിറ്റി ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. ഇപ്പം 100 പേര് പോയി കഴിഞ്ഞാൽ 100 പേര് അവിടെ പോയിട്ട് വലിയ വലിയ ലെവലിലെത്തുമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. പക്ഷേ അതിനകത്ത് 1-2 പേർ ചിലപ്പോൾ ഫെയിലായി പോയിരിക്കാം. അത് അവർ ചെന്നുപെട്ട സാഹചര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായ ബലഹീനതകളോ എന്തെങ്കിലും ആയിരിക്കാം. എങ്കിൽ തന്നെ ഇപ്പം അവിടെ കാനഡയിലൊക്കെ ഈ റൂൾസ് ഒരുപാട് റിലാക്സ് ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന്, ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, അതേപോലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അവിടെ ഒരു വലിയ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പെരുക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ ഞാനും കേട്ടു, ഇവിടെ ഇപ്പോൾ കാനഡയിലും ഈ റെസ്ട്രിക്ഷൻസ് വരാൻ പോവുകയാണ്. ഇപ്പം കൂടുതൽ പൈസ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള ഇത്ര പൈസ മാത്രമേ കൊടുക്കൂ എന്നൊക്കെയുള്ള പല റെസ്ട്രിക്ഷൻസ് വരാൻ പോവുകയാണെന്നാണ് ഞാൻ കേട്ടത്. നമ്മളെ മലയാളികൾ മാത്രം എന്തുകൊണ്ടാണ് അവിടെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരാത്തത്? മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളൊക്കെ പിന്നീട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാവുന്നു. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം കമലാ ഹാരിസൊക്കെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമലാ ഹാരിസൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയ തലമുറയുടെ ബാക്കിയാണ്. പക്ഷേ അമേരിക്കയിൽ പോയ മലയാളികളിൽ ആരും അങ്ങനെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരികയോ അത്തരം സ്ഥാനങ്ങളിലേക്കൊന്നും വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും സംഭവം? അത് നമ്മുടെ ഒരു ബേസിക് നേച്ചറാണെന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കാലയളവിൽ അമേരിക്കയിൽ കടന്നു വന്ന ജനങ്ങൾ അവിടെ വരുന്നത് അവർക്ക് അതൊരു നല്ലൊരു ജീവിതം പടുത്തുയർത്തുക എന്നുള്ള രീതിയിലാണ് അവർ കടന്നു വരുന്നത്. അതിന് അവർക്ക് ഈ പൊളിറ്റിക്സ് കളിക്കാനൊന്നും സമയമൊന്നുമില്ല. ദേ ആർ നോട്ട് വറി അബൌട്ട് ദാറ്റ്. അവർക്ക് അവിടെ വരിക, നല്ലൊരു ജോലി ലഭിക്കുക, കുടുംബത്തെ നോക്കി ജീവിക്കുക, നല്ലൊരു രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നതിലുപരി ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളൊരു വിഷനേ ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നല്ല, ഇന്ന് ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇന്ന് പല പൊസിഷനുകളും, സ്പെഷ്യലി ഞാൻ കടന്നു വരുന്ന ന്യൂയോർക്കിൽ തന്നെ അവിടുത്തെ സെനറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു മലയാളിയാണ്. ആദ്യമായിട്ടാണ് ന്യൂയോർക്ക് സെനറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി അവിടെ സെനറ്ററായിട്ട് വരുന്നത്. എവിടുത്തെ? പുള്ളി ജനിച്ചത് ഗൾഫിലാണ്, പക്ഷേ വളർന്നത് അമേരിക്കയിലാണ്. എങ്കിൽ തന്നെയും മലയാളിയാണ്, മലയാളം സംസാരിക്കും. സോ അതുകൊണ്ട് മലയാളികൾക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളി അവിടുത്തെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുമ്പം നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒന്നതിൽ അധികം ഒരു മാതൃകയാണ്. മറ്റുള്ളവർക്ക് ആ പാത പിന്തുടരുന്ന ഒരു മാതൃകയാണ്. അതേപോലെ തന്നെ അവിടെ ടെക്സാസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പലരും മലയാളികൾ പല പൊസിഷനിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പം നമ്മുടെ ജനറേഷനുള്ള ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി അത് മുൻപോട്ട് സമീപകാല ഭാവിയിൽ വലിയ പൊസിഷനിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള ആളുകളുണ്ട്, പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മുടെ സെനറ്റായിട്ട് നിൽക്കുന്ന കെവിൻ തന്നെ അടുത്ത ഇനിയിപ്പം കോൺഗ്രസിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. സോ അതെല്ലാം ഒരു തുടക്കമാണ്. നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അതിന് ഇനിയിപ്പോൾ ആരെങ്കിലും സെനറ്റായിട്ട് വരും. അത് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാറ്റം വേണം. നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും നമ്മൾ അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി വരണം. അതേപോലെ തന്നെ കാനഡയിൽ തന്നെ ആണെങ്കിലും അതേപോലെ മലയാളികൾ പലരും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിനൊരു മാറ്റം ഇനി ഈ വരുന്ന കാലയളവിൽ ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ബൈഡൻ വരുന്നൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ താങ്കളൊക്കെ ഇനി അവിടുത്തെ വോട്ടർ എന്നുള്ള നിലയിൽ, അവിടുത്തെ പൗരൻ എന്ന നിലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ? അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൈമറി ഇതുവരെ കൺഫേം ആയിട്ടില്ല ആരാണ് ഫൈനൽ കാൻഡിഡേറ്റ് എന്നുള്ളത്. ഇപ്പം പറയുന്നു ട്രംപ് ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പക്ഷേ നിക്കി ഹേലിയും കൂടെ ഉണ്ട്. അതേപോലെ പുള്ളിക്കാരി നിക്കി ഹേലിയും ഇന്ത്യക്കാരിയാണ്. ഒറിജിനലി പുള്ളിയുടെ പേരൻസ് എല്ലാം ഇന്ത്യക്കാരാണ്. അതിന് ആ പുള്ളിക്കാരി ഇതുവരെ പിന്മാറാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും ട്രംപ് ആയിരിക്കും ബൈഡൻ്റെ ഒപ്പോണൻ്റ് എന്നുള്ളത് നമുക്ക് ഇതുവരെ പറയാറായിട്ടില്ല. അത് ഇനി ഈ വരുന്ന ചില ദിവസങ്ങൾക്ക് നമുക്കറിയാൻ പറ്റും എന്താണ് പല മാറ്റങ്ങളും ഈ രാഷ്ട്രീയ ചേരികൾ ഇവർ തമ്മിലുള്ള ആ ഒരു അന്തരം മാറ്റിക്കൊണ്ട് ഇനിയിപ്പം നിക്കി ഹേലി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വീണുണ്ടോ? അതിന് ട്രംപിന് നിക്കി ഹേലി സപ്പോർട്ട് നമുക്കറിയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ പല അമേരിക്കൻ മലയാളി സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ ട്രംപിനെയാണ് കുറച്ചും കൂടി താല്പര്യപ്പെടുന്നത്.
പക്ഷേ ഇന്ത്യ ശരിക്കും കുറച്ചും കൂടി അമേരിക്കയായിട്ട് അടുത്തതും ട്രംപിൻ്റെ കാലത്തായിരുന്നു. അതെ. അപ്പം ബൈഡൻ യുഗം അവസാനിക്കണമെന്നും ട്രംപ് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അത് നമുക്കങ്ങനെ ഒരുപാട് മലയാളികളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ദർ ആർ മലയാളികൾ ഒരു ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിനെ. എന്ന് പറഞ്ഞാൽ 100% മലയാളിയും ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല. ട്രംപിന് ശക്തമായ എതിർപ്പുള്ള മലയാളികളുമുണ്ട് നമ്മുടെ അമേരിക്കൻ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ. അവർ കൂടുതലും ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നല്ലത് ഗുണം ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു ആർഗ്യുമെന്റ്. ഇപ്പം എല്ലാവരും പറയും ട്രംപിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ സംസാരമാണ്. മനസ്സിലായി, പുള്ളി പറയുന്ന വാക്കുകൾ പലപ്പോഴും വിവാദങ്ങളായി മാറും. അതിൽ ആൾക്കാർ അത് പിടിച്ചുകൊണ്ടങ്ങ് പോകത്തുള്ളൂ. എന്നാൽ ട്രംപ് അതിൽ ഇങ്ങനെ തൂങ്ങിപ്പോകുന്നത് കൊണ്ട് പുള്ളി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ പലപ്പോഴും നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ആ രീതിയിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല. ആ ഒരു ഡ്രോബാക്ക് ഉണ്ട് ട്രംപിനെ സംബന്ധിച്ച്. എല്ലാവരും പറയുന്നത് ട്രംപ് വാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്, മനസ്സിലായില്ലേ. പക്ഷേ പുള്ളി അടങ്ങിയിരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു ഒരു ഡ്രോബാക്സ്. അമേരിക്കക്കാരെ സംബന്ധിച്ചും പുള്ളി അമേരിക്കയ്ക്ക് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്രംപ് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാവുന്നത് കോവിഡ് കാലത്താണ്. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ കോവിഡിൻ്റെ വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് വിപണി അടച്ചിരിക്കുന്നു, സാമ്പത്തിക നില തകർന്നിരിക്കുന്നു. പക്ഷേ അമേരിക്ക മാത്രം ആ സമയത്ത് അടച്ചിട്ടില്ല. ലോകത്ത് അടച്ചിടാത്ത അമേരിക്ക മാത്രമാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും വലിയ രീതിയിൽ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പോലും ഇദ്ദേഹം അധികാരത്തിൽ നിഷ്കാസിതനായി ബൈഡൻ വരുന്നു. പക്ഷേ ബൈഡൻ പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നില്ല എന്നുള്ളതാണ് പലരുടെയും ആരോപണം. യഥാർത്ഥത്തിൽ ബൈഡൻ ഒരു കഴിവില്ലാത്ത ഭരണാധികാരിയായി തോന്നിയിട്ടുണ്ടോ? ബൈഡൻ ഒരു കരിയർ പൊളിറ്റീഷ്യനാണ്. അതാണ് അവിടുത്തെ വളരെ വ്യത്യാസം. ട്രംപും ബൈഡനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു പൊളിറ്റീഷ്യനല്ലായിരുന്നു, പുള്ളി ഒരു വ്യവസായി ആയിരുന്നു. ഒരു ദിവസം പുള്ളി വന്നു, ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു, പുള്ളി ജയിച്ചു. അതാണ് ട്രംപിനെ സംബന്ധിച്ച്. ട്രംപിന് അന്നേരം ആ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുന്നത്, ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിലോ ഇല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പക്വത ഇല്ലായിരുന്നു. എന്നാൽ ബൈഡൻ അതല്ല, വർഷങ്ങളായിട്ട് സെറ്റിലും പല പൊസിഷൻ ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ബൈഡൻ നല്ല രീതിയിലുണ്ട്. പക്ഷേ ബൈഡനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈഡൻ ഈസ് ടു ഓൾഡ് നൗ. പുള്ളി മാറി നിൽക്കേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ തന്നെ ഡെമോക്രാറ്റ്സ് തന്നെ വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഏതൊരു വ്യക്തിയും ഒരു പ്രാവശ്യം പ്രസിഡന്റായ രണ്ടാമത്തെ പ്രാവശ്യം പ്രസിഡന്റ് ആവുന്നുള്ള അവരൊരു ആഗ്രഹമാണ്. ബൈഡൻ മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതന്നെയാണ് ട്രംപിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അദ്ദേഹം അന്ന് മാറിയിരുന്നെങ്കിൽ പുള്ളിക്ക് വലിയ വിലയുണ്ടായേനെ. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ വലിയ ഭയങ്കരമായി ആഘോഷിച്ചിരുന്നു. കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആവുന്നു, ചിലപ്പോൾ അടുത്ത ടൈമിൽ അവർ പ്രസിഡന്റൊക്കെ ആയേക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ചിത്രത്തിലൊന്നും കമല ഹാരിസിന്റെ പേരേ കേൾക്കാനില്ല. എന്താ കാരണം? അതൊരു വല്ലാത്ത ക്വസ്റ്റനാണത്. കമല ഹാരിസിനെ എങ്ങനെ നമ്മൾ കാണാറില്ല പൊതുവെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ദ റീസൺ. പുള്ളിക്കാരിയുടെ എന്ത് ബലഹീനത കൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു സൈഡിലായി പോയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മെയിൻ സ്ട്രീമിൽ പലപ്പോഴും പുള്ളിക്കാരുടെ വാർത്തകളോ ഇല്ലെങ്കിൽ പുള്ളിക്കാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും കാണാറില്ല. അപ്പോൾ ഈ ചിത്രത്തിൽ ഇല്ലാത്ത അവർക്ക് ഇനി പുതുതായിട്ട് ചിത്രത്തിൽ വരാൻ പറ്റുമോ? അവർക്ക് ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ബൈഡൻ മാറിയിട്ടുമില്ല. സോ ബൈഡൻ മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്നേരം അറ്റ് പ്രസന്റ് ഐ ഡോണ്ട് തിങ്ക് സോ കമല ഹാരിസിന് ഒരു പ്രസിഡന്റ് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മലയാളികൾ ഇപ്പോൾ ഒരുപാട് വലിയ ഹ്യൂജ് ആയിട്ടുള്ള മലയാളി സമൂഹമുണ്ട് അവിടെ. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ തന്നെ വലിയൊരു സമൂഹമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇന്ത്യ ഒരു നിർണായക ശക്തി തന്നെയല്ലേ അവിടെ? ഇന്ത്യൻ വോട്ടർമാരെ ഞാൻ ചോദിച്ചത്. ഇന്ത്യ നമ്മുടെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ വോട്ടേഴ്സ് വലുതായിട്ടില്ല. സോ അത് മാത്രമല്ല, നമ്മൾ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ നിൽക്കുന്നുണ്ട്. പല ഭാഷക്കാരെ അല്ലെങ്കിൽ പല സ്റ്റേറ്റിലുള്ളവർ പല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒന്നിച്ചൊരു കോയിലേഷനോ അങ്ങനെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെതായ ഒരു പവർ ഇതുവരെ അവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്കില്ല. എന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക്കൻസിനും അവർക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യൻ ജനത അത്രത്തോളം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർക്ക് വോട്ട് ഉണ്ട് എന്നുള്ള കാര്യം അവർക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പവർ കാണിച്ചെങ്കിൽ മാത്രമേ അവർ നമ്മളെ ടേക്ക് ചെയ്യത്തുള്ളൂ.
നമ്മൾക്ക് ആ ഒരു യൂണിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അല്ല, എൻ്റെ ഒരു അടുത്ത ചോദ്യം അതാണ്. കാരണം ഈ മലയാളികളെ മൊത്തം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശരിക്കും സംഘടനയുണ്ട്. ഇപ്പം ഫൊക്കാനയുണ്ട്, ഫോമയുണ്ട്, മറ്റൊരു സംഘടന ഫോമയുണ്ട്, അത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പൊളിറ്റിക്കലി ഉള്ള ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. 50 വർഷക്കാലമായി അവിടെ സംഘടന ഉണ്ടായിട്ട്. പക്ഷേ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ശക്തിയായി മാറാനുള്ള ഒരു ശ്രമവും മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ചിട്ടും ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൂഹം ഈ പൊളിറ്റിക്സ് എന്ന് മാറി നിൽക്കുന്നത്? അങ്ങനെ പൊളിറ്റിക്സിനായിട്ട് നമ്മൾ ഇന്ത്യക്കാരെല്ലാം കൂടെ യോജിച്ച് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പോലെ ലോക്കൽ പാർട്ടികളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ ഇല്ല. പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു ബ്ലോക്കായി നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഫൊക്കാനെ അല്ലെങ്കിൽ ഫോമ എന്നാ പറഞ്ഞാൽ തന്നെയും നമ്മൾ അസോസിയേഷന്റെ പേരിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ. അല്ല, നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിലോ. പക്ഷേ എങ്കിൽ പോലും ഒരു ശക്തിയായി നിൽക്കാൻ പറ്റും. അതെ, നമ്മളിപ്പോൾ ഈ അംബ്രല്ല അസോസിയേഷൻസ് എപ്പോഴും നമ്മൾ നമ്മുടെ മലയാളികളെ നമ്മൾ എൻകറേജ് ചെയ്യും നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി. ഇപ്പം തന്നെ നമ്മൾ 2 കാൻഡിഡേറ്റ്സിന് നമ്മൾ വാഷിംഗ്ടൺ DC നമ്മൾ ഇന്റേൺഷിപ്പിന് കയറ്റി ഫൊക്കാനയുടെ ഭാഗമായിട്ട്. അതിന് ആ രീതിയിലുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവറായി മാറത്തക്കൊണ്ട് ഒരു കോയലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു മലയാളികൾക്ക് പോലും ഇതേവരെ സാധിച്ചിട്ടില്ല. അതൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു അംബ്രല്ല അസോസിയേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്നേരം അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ല അന്നേരം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്കാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാർ വലിയ പൊസിഷനുകളൊന്നും എന്നാൽ തന്നെയും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ പഞ്ചാബീസും ഗുജറാത്തികളും ഒക്കെ നല്ല പൊസിഷനിൽ പൊളിറ്റിക്കൽ പവറിൽ വന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ കാനഡയിലൊക്കെ വലിയ നിർണായക ശക്തിയാണല്ലോ ഈ പഞ്ചാബ്. ഇപ്പൊ കാനഡയിൽ ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള പ്രശ്നം പോലും ഈ ഖലിസ്ഥാൻവാദവും വിഘടനവാദവും ഒക്കെ ആയി നേരത്തെ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ്. കാനഡയിൽ പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വലിയൊരു സമൂഹം തന്നെയുണ്ട് കാനഡയിൽ. മലയാളികളെക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റുള്ള ആൾക്കാരാണ് ഈ പഞ്ചാബികൾ. അതായത് അത് ആൾക്കാരുള്ളതിൽ കൂടുതൽ തന്നെ അതേപോലെ തന്നെ അവർക്ക് പൊളിറ്റിക്കൽ പവറും ഉണ്ട്. നമ്മൾ അവിടുത്തെ കോൺഗ്രസിലൊക്കെ ആയാലും പഞ്ചാബികൾ ഒരുപാടുണ്ട്. സോ കാനഡയെ സംബന്ധിച്ച് പഞ്ചാബികളെ വേണം. അവർക്ക് ഒരിക്കലും അവരുടെ പൊളിറ്റിക്സിൽ പഞ്ചാബികൾ ഇല്ലാത്തൊരു പൊളിറ്റിക്സ് ഇല്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ അവർക്ക് ഒരിക്കലും പഞ്ചാബികളെ തള്ളിപ്പറഞ്ഞിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ സാധിക്കാത്തത്. അത് തീർച്ചയായിട്ടും അവരവരുടേതായ ഒരു പൊളിറ്റിക്കൽ പവർ അവിടെ കാണിച്ചുകൊണ്ട് മാത്രമാണ് കാനഡ ഇപ്പോഴും പഞ്ചാബികളെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂടെ നിൽക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം. ഇതിപ്പോൾ ഈ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഈ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പിന്നീട് ഭാവിയിൽ ഇവിടെ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ അത് ബാധിക്കുമോ? ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ഒരിക്കലും അവിടെ വരുന്ന സ്റ്റുഡൻസിനെ ഇതൊന്നും ഒരു രീതിയിലും ബാധിക്കാറില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടേതായ ഫ്രീഡമും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവരുടെ നിയമങ്ങളും ഉണ്ട്. അതൊന്നും ഒരിക്കലും അവിടുത്തെ കനേഡിയൻസോ പഞ്ചാബികളോ ഇതിൻ്റെ പേരിലൊന്നും ഒരിക്കലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസും കുറവാണ്. നമ്മൾ ഇവിടെ വിചാരിക്കുന്ന പോലൊന്നും അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇപ്പം വിസ കിട്ടാനൊക്കെ ഒത്തിരി ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. അതർ ദാൻ ദാറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലാതെ കനേഡിയൻസ് ആണില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഒരിക്കലും ഉണ്ടാവാറില്ല. ഈ അമേരിക്കയിൽ ഇനി ഒരു മലയാളി സമൂഹത്തിന് ഒരു വലിയ ഗ്രൂപ്പായിട്ടുള്ളൊരു തൊഴിൽ സാധ്യത ഉണ്ടോ ശരിക്കും? അമേരിക്കയിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ അങ്ങനെ ആൾക്കാരും അങ്ങനെ കടന്നു വരാറില്ല നമ്മുടെ ഇന്ത്യക്കാർ. ഇപ്പോൾ കാനഡയിലോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ UK ഒക്കെ സ്റ്റുഡൻസ് പോകുന്നത് പോലെ അത്ര ഈസിയും അല്ല അമേരിക്കയിലെ സ്റ്റുഡൻസ് കടന്നു വരിക എന്നുള്ളത്. വിസ പ്രോസസ്സിങ്ങും അതേപോലെ എക്സ്പെൻസും എല്ലാം വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാനഡയിലോ UK ആണെന്നുണ്ടെങ്കിൽ തുച്ഛമായ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കടന്നു പോകാം. പക്ഷേ അമേരിക്കയിൽ അത് സാധ്യമല്ല. അതിൻ്റെതായ ഒരു ഡ്രോബാക്ക് കൊണ്ട് ആൾക്കാർ കടന്നു വരാൻ പറ്റത്തില്ല. ഇപ്പം പണ്ടത്തെ പോലെ പണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾ അമേരിക്കയിൽ കടന്നു പോയത് മെഡിക്കൽ ഫീൽഡിലാണ്. അതെ, ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ പണ്ടത്തെ പോലെ അത്ര ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നില്ല. അതേപോലെ ഇപ്പം അമേരിക്കയിൽ തന്നെ ആണെങ്കിലും അവർ ഇന്ത്യൻസിൻ്റെ ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നവരുടെ വിസ ഇഷ്യൂവൻസിൻ്റെ നമ്പേഴ്സ് കുറച്ചിരിക്കുകയാണ്. അവരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതുകൊണ്ട് അതുപോലെ ഇന്ത്യക്കാരെ കൊണ്ട് കൊണ്ടുവരുന്നതും. എന്താ കാരണം അത് ശരിക്കും? ഇന്ത്യക്കാർ ഇപ്പം നമ്മളിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും നമ്മളിപ്പം എവിടെ അമേരിക്കയിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് കാണാൻ പറ്റൊരു മലയാളി അവിടെ. അതായത് അവർ ആ ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ എണ്ണം കൂടെ നമ്മളെ പരിഗണിക്കുന്നത് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ടുവരാതെ മറ്റു രാജ്യക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ IT മേഖലേൻ്റെ ഒരു അവസ്ഥ എന്താ ഇപ്പം അമേരിക്കയിൽ? IT തീർച്ചയായിട്ടും ഇപ്പോഴും H1 വിസയിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഇപ്പോഴും അന്ന് യാതൊരു കുറവുമില്ല, വന്നിട്ടില്ല. പിന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നു, കൺസ്ട്രക്ഷൻ ബിസിനസ് നടക്കുന്നു. മലയാളികൾ തന്നെ ആയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊരു ബിസിനസ് എങ്ങനെയാണ്?
കൺസ്ട്രക്ഷൻ മേഖല നമ്മുടെ അത് പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ട് ഇവിടെ നമ്മൾ കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആർക്ക് വേണമെങ്കിലും വന്ന് ഒരു ബിസിനസ് അവിടെ കയ്യിൽ കാശ് വേണമെന്നില്ല, നമുക്ക് കാശ് നമുക്ക് ലോൺ കിട്ടുകയും നമുക്ക് ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ സ്ട്രഗിളുകൾ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൈസൻസിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കൊരു കമ്പനി തുടങ്ങുന്ന 2 days നമുക്കൊരു ഒരു 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 കമ്പനി നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാം. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് പോലിരിക്കും. അത് നമ്മൾ ഏത് രീതിയിലുള്ള നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു, ഇല്ല ഏത് രീതിയിലുള്ള നമ്മൾ ഫണ്ട് നമ്മൾ കൊണ്ടുവരുന്നു, അതനുസരിച്ച് നമ്മുടെ കമ്പനി തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലോട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ട്, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇനി നമ്മളിപ്പം ഹൊക്കാനൻ്റെ മാത്രം പറഞ്ഞല്ലോ അല്ലേ, നമ്മളിപ്പോൾ മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനത്തിലാണ് ഇതൊന്നും അല്ലാത്ത ഇടപെടലുകൾ എന്തൊക്കെയാണ്? മൊത്തത്തിൽ കേരളത്തിൽ എന്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണെങ്കിലും കോവിഡ് സമയത്താണെങ്കിലും മലയാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും കേരളത്തിൽ തന്നെ. എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു വെളിപ്പുറത്തുണ്ട് എന്നുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മൾ അവരുടെ സഹായത്തിനായി കൂടെ ഉണ്ടായിരിക്കും. അതിനിപ്പോൾ ഒരു സംഘടന ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, എങ്കിൽ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ എപ്പോഴും കേരളം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. കേരളത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു നമ്മുടെ സ്പന്ദനം തന്നെ. കേരളത്തിലെ ജനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊരു കൈത്താങ് കൊടുക്കുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും കടമയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഇത് ഈ പല ഭാഗത്തു നിന്നുള്ള ചില ആരോപണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്കക്കാർ കൈയച്ച് സഹായിക്കാൻ തയ്യാറാവുന്നു, നേരത്തെ ഗൾഫുകാർ ഇതുപോലെ കൈയച്ച് സഹായിച്ചിരുന്നു, അതിനൊക്കെ കുറേ കമ്മിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളം പലപ്പോഴും ഇത്തരം ആളുകളെ ദുരുപയോഗം ചെയ്തു എന്നുള്ള വ്യാപകമായ പരാതികൾ വരുന്നു. കാരണം പലരും ഓരോ ട്രസ്റ്റുകൾ ഉണ്ടാക്കുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, അമേരിക്കയിലൊക്കെ ചെന്ന് പല സംഘടനകളെയും സമീപിച്ച് കുറേ വ്യക്തികളെയൊക്കെ സമീപിച്ച് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇത്തരത്തിലുള്ള കൃത്യമായ സ്ഥലത്തല്ല ഉപയോഗിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ കടുത്ത കാലയളവിലായിട്ട് ഈ ഒരു കാര്യങ്ങൾ അവിടെ സോഷ്യൽ മീഡിയയിലും പല ചാനലുകളിലും അത് വരുന്നുണ്ട് എങ്കിൽ തന്നെയും മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതുവരെ ജനങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അവിടെയുള്ള അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയത്തിൻ്റെ മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് തെളിയിക്കേണ്ടത് ആ ഒരു ആരോപണം ഉണ്ടായ വ്യക്തികൾ തന്നെയാണ്. അങ്ങനെ ഇപ്പം ഏതൊരു മലയാളിയും നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ഏതൊരു ചാരിറ്റി വർക്കിന് ആര് വന്നാൽ തന്നെയും അവിടെ വരുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിന് യാതൊരു മടിയും കാണിക്കാറില്ല. ഏതൊരു ചാരിറ്റി അസോസിയേഷൻ ആയാലും, ചാരിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ തന്നെ. പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് അത് അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നവരുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് ഈ പറയുന്ന ആരോപണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിധിക്കേണ്ടത് നമ്മളല്ല, ആ ഒരു ആരോപണം വന്നിരിക്കുന്ന ആ വ്യക്തികൾ തന്നെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടുന്നത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഇത്തരത്തിൽ ഈ കള്ളനാണയങ്ങൾ തിരിച്ചറിയപ്പെടുത്താൽ പിന്നീട് ജെന്യൂനായിട്ടുള്ള കേസിൽ പോലും മടിക്കില്ല എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലം അവിടെയുള്ള മലയാളികളുടെ മനസ്സിലൊരു സംശയത്തിൻ്റെ മുട്ട് വളർന്നു. അന്നേരം അതിനി ആ ഒരു സംശയത്തോടെയാണ് ഇനിയിപ്പോൾ ആര് വന്നാലും ആൾക്കാരെ നോക്കിക്കാണുന്നത്. അന്നേരം ആ സംശയം നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. മനസ്സിലായി? ആ സംശയം മാറ്റില്ലെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പുതുതായിട്ട് അവിടെ ഫണ്ട് കളക്ട് ചെയ്യാൻ വരുന്ന ചാരിറ്റി അസോസിയേഷൻ അതിനെ ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ, ഇത്രയും നേരം നമ്മളുമായിട്ട് സംസാരിച്ചതിന് നന്ദി, നമസ്കാരം.